Hi friends, ഇന്നത്തെ നമ്മളുടെ ഒരു റെസിപ്പി വളരെ ടേസ്റ്റിയും ഡെലീഷ്യസും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡിഫറെന്റ് ചക്കക്കുരു പീരയാണ്. ചക്കക്കുരു തോരൻ എന്നും പറയാം, ചക്കക്കുരു പീര എന്നും പറയാം. എത്ര മലയാളീസിന് അറിയാം ചക്കക്കുരു ഒരുപാട് ഹെൽത്തിയാണെന്നുള്ളത്? മാക്സിമം എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ ആർക്കും അറിയില്ലായിരുന്നു ചക്കക്കുരു ഒരുപാട് ഹെൽത്തിയാണെന്നുള്ളത്. എല്ലാവർക്കും ചക്ക ഒത്തിരി ഹെൽത്തിയാണ് എന്നേ അറിയുള്ളായിരുന്നു. ചക്ക ഒരുപാട് ഹെൽത്തിയാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ചക്ക കഴിയുന്നതും മാക്സിമം ആഴ്ചയിൽ എത്രയും പ്രാവശ്യം കഴിക്കാമോ അത്രയും പ്രാവശ്യം കഴിക്കുന്നത് നല്ലതാണ്. ചക്കയിൽ അടങ്ങിയിരിക്കുന്ന അത്രയും ഗുണങ്ങൾ ചക്കക്കുരുവിലും ഉണ്ട്. അപ്പം ചക്കയെല്ലാം തീർന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ചക്കയൊക്കെ മാക്സിമം എല്ലായിടും തീർന്നു വരികയാണ്. പക്ഷെ ചക്കക്കുരു പലയിടത്തും പല വീടുകളിലും നാട്ടിൽ അവൈലബിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ ചക്കക്കുരു ഒക്കെ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചക്കക്കുരു പീര ഉണ്ടാക്കി നോക്കുക. അതുപോലെ മെഴുക്കുവരട്ടികളിലും ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ചക്കക്കുരു മെഴുക്കുവരട്ടി. ചക്കക്കുരു ചീരയും കൂടെ ചേർന്നുള്ള തോരൻ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടേസ്റ്റിയും ഡെലീഷ്യസുമാണ് ചക്കക്കുരുവും ചീരയും കൂടെ ഉണ്ടാക്കുന്നത്. കുറച്ച് ചക്കക്കുരു ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുളിയെല്ലാം കളഞ്ഞ് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒത്തിരി കനത്തിൽ അരിയരുത്. ഈ ചക്കക്കുരു പീരയ്ക്ക് ചക്കക്കുരു കഴിയുന്നതും കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇതിൻ്റെ പുറത്തെ ഈ ബ്രൗൺ സ്കിൻ ഉണ്ടല്ലോ, അത് ഒരുപാട് എടുത്ത് കളയത്തില്ല ചക്കക്കുരുവിൻ്റെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് എടുത്ത് കളയാം. പക്ഷേ അത് എടുത്ത് കളയാതെ കഴിക്കുവാണെങ്കിൽ സ്റ്റൊമക്ക് പെയിനോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ എടുത്ത് കളയാറില്ല ഇപ്പം. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു തരുന്ന കാരണം നമ്മളിത് ചക്കക്കുരു പൊളിച്ച് അരിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. അതിൻ്റെ പുറത്തെ സ്കിന്ന് കുറച്ച് ഇതിലുള്ള ഇതൊക്കെ പോകാനായിട്ട്. നമുക്കിനി തോരന് വേണ്ട ഇതിൻ്റെ കൂട്ടം അരപ്പ് ചതച്ചെടുക്കാനായിട്ട് വേണ്ടത് കുറച്ച് കാന്താരി, ഫ്രഷ് കാന്താരി എൻ്റെ കിച്ചൺ ഗാർഡനിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. കുറേയേറെ ഇന്നലെ ഇത്രയും കിട്ടി. ഡെയിലി ഇത്രയും കാന്താരി കിട്ടാറുണ്ട്. കാന്താരി, പച്ചമുളക് എല്ലാം എൻ്റെ കിച്ചൺ ഗാർഡനിലുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവരുടെയും, നമ്മൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം നട്ടുപിടിപ്പിക്കുക, വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നല്ല ഫ്രഷ് കാന്താരി ഒരു 20 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. കാന്താരിക്ക് ഒരുപാട് എരിവ് കൂടുതലാണ്. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് യൂസ് ചെയ്താലും മതി. ഇനിയിപ്പോൾ കാന്താരി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്തോളൂ. 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരൽപ്പം ഒരു തണ്ട് കരിവേപ്പില, ഒരു 2 പിടി തേങ്ങ ചിരണ്ടത്. ഇത്രയുമാണ് നമുക്ക് തോരന് ചതയ്ക്കാൻ വേണ്ടത്. കാന്താരി ഇട്ട് ഈ ചക്കക്കുരു പീര വെക്കുകയാണെങ്കിൽ ഒരുപാട് ടേസ്റ്റാണ്. അതാണ് ഞാൻ കാന്താരി ഉപയോഗിച്ചത്. സാധാരണ ഞാൻ ചക്കക്കുരു തോരൻ വെക്കുമ്പോൾ റെഡ് ചില്ലി പൗഡറാണ് ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് കാന്താരിയും പച്ചമുളകും ഇല്ല എന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി പൗഡറും ഉപയോഗിക്കാം. പീര വെക്കുവായതുകൊണ്ടാണ് ഞാൻ ചക്കയ്ക്ക് നമ്മൾ കാന്താരി ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ, അതാണിന്ന് ചക്കക്കുരു പീര വെക്കാനായിട്ടും കാന്താരി ഉപയോഗിക്കാം എന്ന് കരുതിയത്. ചക്കക്കുരു പീര കാന്താരി ഉപയോഗിച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇത് അരപ്പൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഞാൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ തേങ്ങയും ഈ ജീരകവും കാന്താരിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഈ കാന്താരിയും ജീരകവും വെളുത്തുള്ളിയും നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചല്ലേ ഒന്ന് അരച്ചെടുത്തിട്ട് തേങ്ങയും കരിവേപ്പിലയും ഇട്ട് ചതച്ചെടുക്കാം. ഓക്കെ, നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും കാന്താരിയും എല്ലാം കൂടെ ചതച്ചെടുത്തു. ഇനി നമുക്ക് തോരനുണ്ടാക്കാം. ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലാണ് ഞാൻ ചക്കക്കുരു പീര ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അതിലോട്ട് നമുക്കൊരൽപ്പം കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വരണം. കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പം നമുക്കതിലോട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര അങ്ങ് ഇട്ട് കൊടുക്കാം. സോട്ടേ ചെയ്യുക. ഒരു 1 തൊട്ട് 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കുക. ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോകരുത്, ആവശ്യത്തിന് മാത്രം ഇളക്കുക. മിക്സ് ചെയ്യുക.
ചട്ടിയാണ്, ഫ്ലെയിം കുറച്ച് വെക്കണം. വെള്ളം ചേർത്തിട്ടില്ല, നമ്മളിപ്പോൾ വെള്ളം ചേർക്കുന്നതായിരിക്കും. ചക്കക്കുരു തോരനൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നാണ്, വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. എങ്കിലും നമ്മൾ കാന്താരി വെച്ച് ചക്ക ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ചക്കക്കുരു ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഭയങ്കര അപാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ അരപ്പിച്ചതച്ചെടുത്ത മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കക്കുരുവിന് നല്ല വേവുണ്ട്, അപ്പം ചക്കക്കുരു ചട്ടിയിലായതുകൊണ്ട് കരിഞ്ഞു പിടിക്കാനും സാധ്യതയുണ്ട്. അല്പം കൂടെ വെള്ളം നമുക്കൊന്ന് ചേർക്കാം, ഒരല്പം കൂടെ വെള്ളം ഒന്ന് ചേർക്കാം, മതി. ചട്ടിയിലായതുകൊണ്ട് നമുക്ക് ഒരല്പം വെള്ളം ആവശ്യം വരും, കാരണം ഇത് പെട്ടെന്ന് പിടിക്കും. ചട്ടിയിലായതുകൊണ്ട് അടിയിൽ പിടിക്കും കേട്ടോ. അപ്പം അങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും, കരിഞ്ഞു പിടിക്കാൻ ഇടയാകരുത്. അടച്ചു വെച്ച് 15 മിനിറ്റ് 10 to 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. നമ്മളുടെ ചക്കക്കുരു പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആഹാ, കാണാൻ തന്നെ നല്ല ഭംഗിയായില്ലേ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് കറക്റ്റ് അതിൻ്റെ വെള്ളമെല്ലാം പറ്റി കറക്റ്റ് വെന്തു. ഒരു സ്പൂൺ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ജസ്റ്റ് ഒരു 1 ടീസ്പൂണ്, ഒരു ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി, നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കക്കുരു പീര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ട. എല്ലാവർക്കും നമ്മളുടെ വളരെ ഈസി പീസി ആയിട്ടുള്ള, ഒരു വലിയ എക്സ്പെൻസ് ഒന്നുമില്ലാത്ത നമ്മളുടെ പാവപ്പെട്ട ചക്കക്കുരു കൊണ്ടുള്ള ചക്കക്കുരു പീര വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രിപ്ഷൻസുമാണ് ആവശ്യം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്, കീപ് സബ്സ്ക്രൈബിങ്. ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി പ്രസ് ചെയ്താൽ അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് എനാബിൾ ചെയ്യുക. ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. Hope everyone likes today's very tasty and delicious, very healthy Kerala's one of the most favorite jackfruit seeds stir fry. Thank you so much for watching. Keep watching, keep sharing, keep subscribing. If you haven't subscribed yet, please don't forget to subscribe my channel. Please don't forget to press the bell icon too to get the notifications. Thank you. Eat healthy, stay healthy.